ആയുഷ് നിയമന തട്ടിപ്പിൽ ജാമ്യത്തിലിറങ്ങിയ പ്രതി CPM പാർട്ടി കോൺഗ്രസിൽ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ പേഴ്സണൽ സ്റ്റാഫ് ഉൾപ്പെട്ട കേസിലെ രണ്ടാം പ്രതി അഡ്വക്കേറ്റ് AK ലെനിൻ രാജാണ് മധുരയിലെ പാർട്ടി കോൺഗ്രസിന്റെ സമ്മേളന നഗരിയിലെത്തിയത്. ആരോഗ്യമന്ത്രി ആരോപണ നിഴലിൽ നിർത്തിയ കേസിലെ പ്രതി പാർട്ടി കോൺഗ്രസ് സമ്മേളന നഗരിയിലെത്തിയത് ഉന്നത പാർട്ടി നേതാക്കളുടെ അറിവോടെ എന്നും ആക്ഷേപമുണ്ട്. വിനീഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. വിനീഷ്, ഇത് വളരെ ഗുരുതരമായ ഒരു വീഴ്ച തന്നെയാണ് പാർട്ടിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത് എന്ന് പറയാതിരിക്കാൻ സാധിക്കുന്നില്ല. കാരണം ഇത്തരം തട്ടിപ്പിൽ ഏർപ്പെട്ട ഒരു പ്രതി എങ്ങനെ പാർട്ടി കോൺഗ്രസിലെത്തി എന്നൊരു ചോദ്യം ഈ ഒരു ഘട്ടത്തിൽ ഉയരുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും ആയുഷ് നിയമന തട്ടിപ്പുമായി ബന്ധപ്പെട്ട് സർക്കാരിനെയും ഒപ്പം തന്നെ ആരോഗ്യമന്ത്രി വീണ ജോർജിനെയും ആകെ പ്രതിക്കൂട്ടിലാക്കി അഴിമതി ആക്ഷേപത്തിന്റെ നിഴലിൽ നിർത്തിയ ഒരു വ്യക്തിയാണ് പാർട്ടി കോൺഫറൻസിന്റെ സമ്മേളന നഗരിയിലെത്തിയത്. ഈ സമ്മേളന നഗരിയിലെത്തിയതിനു പിന്നിൽ ഉന്നത CPM നേതാക്കളുടെ ബന്ധം കൊണ്ടാണ് എന്ന ആക്ഷേപമാണ് ഇപ്പോൾ ഉയരുന്നത്. പാർട്ടിക്കുള്ളിൽ രണ്ട് വിഭാഗമായി അത്തരത്തിൽ ഒരുപക്ഷെ വീണ ജോർജിനെതിരായ ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉയർന്ന സമയത്ത് കൂടുതൽ പാർട്ടിയിൽ ഒരു വിഭാഗം ഈ അഡ്വക്കേറ്റ് ലെനിൻ രാജിനെ സംരക്ഷണം ഒരുക്കുന്നു എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സൂചനകൾ തന്നെയാണ് ഇതിൽ നിന്ന് പുറത്തു വരുന്നത്. നേരത്തെ പ്രധാനമായിട്ട് ആയുഷുമായി ബന്ധപ്പെട്ട ആയുഷ് നിയമന തട്ടിപ്പുമായി ബന്ധപ്പെട്ട് മന്ത്രിയുടെ ഓഫീസിലെ പേഴ്സണൽ സ്റ്റാഫ് അടക്കമുള്ളവർ പ്രതിപട്ടികയിൽ ഉണ്ടായിരുന്നു. അവർ പിന്നീട് കോടതിയിൽ നിന്ന് ജാമ്യത്തിൽ ഇറങ്ങിയതിനു ശേഷം ആദ്യം കണ്ടോൺമെന്റ് പോലീസാണ് ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടത്തുന്നതും തുടർന്ന് ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ അഴിമതി നടന്നിട്ടുണ്ട്. ഇവർ ഈ വീണ ജോർജിന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളായവർ പണം തട്ടിയെടുത്തു എന്ന് സംബന്ധിച്ചുള്ള കണ്ടെത്തൽ മ്യൂസിയം പോലീസ് കണ്ടെത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. ഈ ഘട്ടത്തിലാണ് തുടർന്ന് ഇവരെ ജയിലിലേക്ക് അടയ്ക്കുകയായിരുന്നു. ഈ കോടതിയിൽ നിന്ന് ജയിലിനുള്ളിലേക്ക് പോയ പ്രതികൾ കോടതിയിൽ നിന്ന് ജാമ്യമെടുത്ത് പുറത്തിറങ്ങിയതിനു ശേഷമാണ് ഈ കേസിലെ രണ്ടാം പ്രതിയായ അഡ്വക്കേറ്റ് ലെനിൻ രാജ് പാർട്ടി കോൺഫറൻസ് വേദിയിലേക്ക് എത്തുന്നതും വേദിയിലെത്തി അവിടെയുള്ള ചിത്രങ്ങൾ പങ്കുവയ്ക്കുന്നതും ഉന്നത CPM നേതാക്കളുമായി ഇയാൾ ഇടപഴകുന്ന ചിത്രങ്ങളുമായിരുന്നു പുറത്തു വന്നത്. അദ്ദേഹത്തിൻ്റെ തന്നെ സോഷ്യൽ മീഡിയയായ ഫേസ്ബുക്കിലാണ് അദ്ദേഹം ഈ പോസ്റ്റ് കുറിക്കുന്നത്. എന്തായിരുന്നാലും അഡ്വക്കേറ്റ് ലെനിൻ രാജിന് ഇപ്പോഴും പാർട്ടിയിൽ നിന്ന് സംരക്ഷണം ലഭിക്കുന്നു എന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഒരു അഴിമതി ആരോപണം ഉണ്ടായ ഘട്ടത്തിൽ പാർട്ടി നേതാക്കൾ ഈ അഡ്വക്കേറ്റ് ലെനിൻ രാജിനെയും വീണ ജോർജിന്റെ പേഴ്സണൽ സ്റ്റാഫിനെയും വലിയ രീതിയിൽ തള്ളിപ്പറഞ്ഞുകൊണ്ട് രംഗത്തെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും പാർട്ടി കോൺഫറൻസിൽ എത്തിക്കൊണ്ട് പാർട്ടിയുടെ സമ്മേളന വേദിയിൽ എത്തിക്കൊണ്ട് താൻ പാർട്ടിയുടെ ഭാഗമാണ്, പാർട്ടിയുടെ ഉന്നത നേതാക്കളുമായി തനിക്ക് ബന്ധമുണ്ട് എന്ന് ബോധിപ്പിക്കുന്ന തരത്തിൽ വീണ ജോർജിന് പല ഘട്ടങ്ങളിൽ വീണ ജോർജ് ഇവരെ തള്ളിപ്പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പക്ഷേ വീണ ജോർജിന് എതിരായ മറ്റൊരു ബദൽ സംവിധാനം CPM-നുള്ളിൽ ഉയരുന്നു. അതിന്റെ ഭാഗമായി തന്നെയാണ് പാർട്ടി കോൺഫറൻസിൽ ഇപ്പോൾ അഡ്വക്കേറ്റ് ലെനിൻ രാജ് എത്തിയിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ പാർട്ടിക്കുള്ളിൽ തന്നെ രണ്ട് തരത്തിലുള്ള ഒരു വിഭാഗീയത പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്ന ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. പ്രത്യേകിച്ച് വീണ ജോർജിനെയും സർക്കാരിനെയും പ്രതിക്കൂട്ടിലാക്കിയ പ്രതി പാർട്ടി കോൺഫറൻസിൽ എത്തിയിരിക്കുന്നത് അത് പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ രീതിയിലുള്ള അമർഷങ്ങൾ ഉണ്ടാകുന്നു. ഒരു വിഭാഗം നേതാക്കൾ ലെനിൻ രാജിനെ അനുകൂലിച്ചുകൊണ്ട് രംഗത്തെത്തുന്നു, ഒരു വിഭാഗം നേതാക്കൾ പ്രതികൂല നിലപാടുമായി രംഗത്തെത്തുന്ന ഒരു സാഹചര്യം. അങ്ങനെ പ്രത്യേകിച്ച് പാർട്ടിയിൽ ഇരുചേരികൾ രൂപപ്പെടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായിരുന്നാലും ഉപാധികളോട് ജാമ്യത്തിൽ ഇറങ്ങിയതിനു ശേഷം പാർട്ടി കോൺഫറൻസിലേക്ക് എത്തുന്നത് അത് പാർട്ടിയിലെ ഒരു വിഭാഗം പ്രവർത്തകർക്കിടയിലും നേതാക്കൾക്കിടയിലും വലിയ അമർഷമുണ്ടാക്കുന്നു. ഒരു വിഭാഗം നേതാക്കൾ അഡ്വക്കേറ്റ് ലെനിൻ രാജിനെ സംരക്ഷിക്കുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായിരുന്നാലും പാർട്ടിക്കുള്ളിൽ നിന്ന് ആദ്യഘട്ടത്തിൽ നടപടി അടക്കം എടുത്തു എന്ന് പാർട്ടി നേതാക്കൾ പരസ്യമായി മാധ്യമങ്ങളിലൂടെ പറഞ്ഞ വ്യക്തിയാണ് പാർട്ടി കോൺഫറൻസിന്റെ ഭാഗമായി അല്ലെങ്കിൽ പാർട്ടി കോൺഫറൻസിന്റെ സമ്മേളന നഗരിയിലെത്തി നേതാക്കളുമായി ചിത്രങ്ങൾ പങ്കുവച്ചിരിക്കുന്നത്. ഇതിൽ പാർട്ടിക്കുള്ളിൽ അമർഷം നിലനിൽക്കുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. ദേവിക. ശരി വിനീഷ്.